വഴനയപ്പം അഥവാ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. പഴുത്ത ചക്കയുടെ പൾപ്പ്, വറുത്ത അരിപ്പൊടി, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. നല്ല പഴുത്ത കൂഴച്ചക്കയുടെ പൾപ്പാണിത്. കൂഴച്ചക്കയുടെ പൾപ്പ് ഈസിയായി എടുക്കുന്നത് എങ്ങനെയാന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. വരിക്കച്ചക്കയാണെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാൻ കഴിയും. പക്ഷേ കൂഴച്ചക്കയ്ക്ക് ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് മിക്സിയുടെ ബ്ലേഡൊക്കെ കേടായിപ്പോവും. അതിനാ ഒരു പൊടിക്കൈ ഞാൻ കാണിച്ചു തന്നത്. കുമ്പിളപ്പം ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയിനെക്കാട്ടിലും കൂടുതലായിരിക്കണം ചക്ക അഥവാ ചക്കയുടെ പൾപ്പ്. ഇവിടെ ഞാൻ വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, സ്റ്റോറിൽ നിന്നും വാങ്ങിയത്. ഇടിയപ്പത്തിൻ്റെ പൊടി വേണമെങ്കിലും എടുക്കാം. 3/4 കപ്പ് ചക്കയുടെ പൾപ്പ് എടുത്തപ്പോൾ 1/2 കപ്പ് ലെവൽ ചെയ്ത് അരിപ്പൊടി എടുത്തിട്ടില്ല. 1/2 കപ്പിന് ഒരല്പം കുറച്ചാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി പഴുത്ത കൂഴച്ചക്ക കിട്ടിയാൽ കളയരുത്, ഇതുപോലെയൊന്ന് ഉണ്ടാക്കണം. ചിലരൊക്കെ കൂടുതൽ പഴുത്തുപോയി എന്നും പറഞ്ഞ് എടുത്ത് കളയും. അങ്ങനെ ചെയ്യണ്ട, ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കടായി ചൂടാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് ലോ ഫ്ലെയിമിൽ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് എപ്പോഴും കട്ടി കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് ശർക്കര ചീകിയതിട്ട് കൊടുക്കാം. ഇത് മറയൂർ ശർക്കരയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഇത് ഉണ്ട ശർക്കര തന്നെയാണ് കേട്ടോ, പക്ഷേ പെട്ടെന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ചീകിയെടുത്തുവെന്നേ ഉള്ളൂ. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മാതിരി വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നൂൽ പരുവം അങ്ങനെയൊന്നുമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായി കഴിഞ്ഞ് പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് വരട്ടിയെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കൈയെടുക്കാതെ ഇളക്കി വേണം ഇത് വരട്ടിയെടുക്കാൻ. ഒരു 5 മിനിറ്റ് ഇതേമാതിരി വരട്ടിയെടുത്തിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് അരിച്ചൊഴിക്കണം. ശർക്കരയിലെ കല്ലും കരടുമൊക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അരിപ്പൊടി ചേർക്കാം. ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അരിപ്പൊടി കുറച്ചൊന്ന് വേകുകയും ചെയ്യും. സൈഡ് ചേർത്ത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ മാവൊക്കെ വേസ്റ്റായി പോവും. കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കുഴച്ചെടുക്കണം. തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇനി നല്ല ജീരകത്തിൻ്റെ പൊടി, ഏലക്കാപ്പൊടി, ചുക്കുപൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിമാവൊക്കെ ചേർക്കുന്നതല്ലേ, അതിന് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. അതിനുശേഷം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. കരിഞ്ഞു പിടിക്കാൻ പാടില്ല. സ്പൂൺ, തവി ഇതൊക്കെ വെച്ചിട്ട് കുഴയ്ക്കാൻ നിന്നാൽ കൈ ഭയങ്കരമായിട്ട് കഴയ്ക്കും. അതുകൊണ്ട് മാവ് കൂടുതലുണ്ടെങ്കിൽ അത് തണുത്തതിന് ശേഷം മാത്രം തേങ്ങാക്കൊത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ഇട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. ഇതായിരിക്കണം അതിൻ്റെ പാകം. ഇതേമാതിരിയാ കുമ്പിൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് ചെറിയ ഇലയാ കിട്ടിയുള്ളൂ കേട്ടോ. സാധാരണ ഈർക്കിലി വെച്ചിട്ട് അത് ലോക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ ടൂത്ത് പീക്ക് എടുത്തത്, എനിക്ക് ഈർക്കിലി കിട്ടിയില്ല. ഇനി അത് മാവ് വെച്ച് ഫിൽ ചെയ്തെടുക്കണം. മറ്റൊരു രീതിയിലും ചെയ്യാം. ഇലയിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ട് അത് ലോക്ക് ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഓപ്പണായി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് അത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അടച്ചു വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും അത് സ്റ്റീം ചെയ്തെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഓപ്പൺ ചെയ്ത് കാണിക്കാം. വഴനയപ്പം അഥവാ കുമ്പിളപ്പം റെഡി. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.